എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയൊരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിനോട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞാലോ എന്നുള്ളത് ഇങ്ങനെ തോന്നി. കാരണം SSLC കഴിഞ്ഞിട്ടുള്ളവർക്ക് ഡിപ്ലോമ കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാൻ കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നിയ ആ ഒരു കാര്യം കൂടിയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരുപാട് നമ്മളെ ഫാമിലി പെട്ടിട്ടുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ കരിയർ വർദ്ധിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു അവയർനെസ് നമ്മൾ നടത്തുന്നില്ല. നമ്മളെ മക്കൾക്ക് ഏത് കോഴ്സാണ് ഇപ്പോൾ ഒരു ഫാമിലി ഒരു ഉദാഹരണം പറയാം. ടീച്ചിങ്ങിനാണ് ഒരു കുട്ടിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിഗ്രി BEd അങ്ങനെ തൽക്കാലം ആ ഒരു മേഖലയിലേക്ക് പോയില്ലെങ്കിലും നമുക്കൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതാണ് പറയുന്നത്. അങ്ങനെ പലതരം കോഴ്സുകളും നമ്മളുടെ കേരളക്കരയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കേട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ SSLC ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനെല്ലാം SSLC കഴിഞ്ഞിട്ട് എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. എൻ്റെ ഒരു പാഷൻ കൂടിയായിരുന്നു. അതിൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഏത് രീതിയിൽ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ഗൈഡ് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനിൽ കൂടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൂട്ട് ക്ലിയർ ആവാത്തത് കൊണ്ട് നല്ലൊരു രീതിയിൽ കൂടെ പോവുകയും ചെയ്തില്ല. എങ്കിലും കൂടിയിട്ട് എൻ്റെ ആ ഒരു പാഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാന്നുള്ളത് ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളത്തിന് പകരം ഉറുദു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാർ എന്നോട് പറഞ്ഞു, സലീം ഉറുദു കോളേജിൽ ചേർന്നു കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്, പ്രീ ഡിഗ്രി ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഉറുദു കോഴ്സിന് ചേർന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ വേറെ ഏതെങ്കിലും കോഴ്സുകളെല്ലാം നമ്മൾക്ക് എടുക്കുമ്പോൾ എത്രയോ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ ചിലവാക്കിയാലാണ് നമ്മൾക്ക് ഒരു ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പിന്നെ BEd എടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ പണ്ട് കാലം ഓരോ സ്കൂളിലെ ടീച്ചർമാർ. പക്ഷേ നമ്മൾക്കൊരു ടീച്ചിങ് ഫീൽഡിനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എടുത്ത് പഠിച്ച്. അപ്പോൾ അന്ന് ഈ SSLC കഴിഞ്ഞവർക്ക് ഈ ഉറുദു ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടിസ്ഥാന ബേസിക് നമ്മൾ SSLC പാസ്സായാൽ മതി. ആ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഉറുദു കോഴ്സ് നമുക്കെടുത്ത് പഠിക്കാൻ പറ്റും. അത് ഈ ഉറുദു കോഴ്സ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സാണത്. അദീബെ ഫാസിൽ എന്ന് പറയും. അദീബെ ഫാസിൽ മനസ്സിലായേണ്ട. ഈ അദീബെ ഫാസിൽ എന്ന് പറയുന്നത് ഇതുണ്ട്. ഒന്ന് പ്രിലിമിനറി ഉണ്ട്, പിന്നെ അതിൻ്റെ ഫൈനലും ഉണ്ട്. ഈ പ്രിലിമിനറി നമ്മൾ 2 വർഷത്തെ കോഴ്സാണ്. ഈ 2 വർഷത്തെ കോഴ്സ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ 5, 6, 7 ഈ 3 ക്ലാസ്സിൽ നമ്മൾ ഉറുദു സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾക്കായി. ഒരു TTCക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണത്. അധികം ആൾക്കാർക്കൊന്നും അറിയപ്പെടാത്തൊരു സംഗതിയാണത്. വളരെ തുച്ഛമായിട്ടുള്ളൊരു ഫീസ് കൊടുത്തിട്ടാണ് അന്ന് ഞാൻ ആ കോഴ്സ് ഞാനെടുത്ത് പാസ്സായത്. അത് എന്തെന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ. ആ ഒരു ടൈമിൽ തന്നെ അതേപോലെ തന്നെയുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളെ ഹിന്ദി കോഴ്സ് എടുത്ത് നമുക്ക് പഠിക്കും. കേരള ഹിന്ദി പ്രചാര സഭയുടെ ഭൂഷൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 3 സെമ്മാണത്. 6 മാസം കൂടുമ്പോൾ അങ്ങനെ 3 സെമ്മുണ്ട്. ആ 3 സെമ്മ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ UP സ്കൂളിലെ അധ്യാപകനായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ തുച്ഛമായ കാശ് ചിലവാക്കിയിട്ടാണ് നമ്മളൊരു അധ്യാപകനാവണത്. പക്ഷേ പിന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാനെന്താ അധ്യാപകനാവാഞ്ഞെന്നുള്ളത് ചോദിക്കാം. പക്ഷേ അത് നമുക്ക് ദൈവം നിശ്ചയമാണല്ലോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സ്കൂളിലെല്ലാം ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര കാശ് കൊടുക്കണം എന്നുള്ളത്. അന്ന് 94-ൽ ഞാൻ ഈ 2 കോഴ്സും ഒരേ ടൈമിൽ തന്നെ എടുത്ത് പാസ്സായതാണ്. എന്നിട്ട് അന്ന് സ്കൂളിൽ ഞാൻ അന്വേഷിച്ച് പല